ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട മസാല ഉണ്ടാക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള വഴറ്റുക. സവാള ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് തിരുമ്മി വെച്ചിട്ടുള്ളതാണ്. ഇത് നന്നായി വഴറ്റിയെടുക്കുക. അത് വഴന്നു വരുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കാടമുട്ട ഒന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് മസാല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്